ഇന്ത്യൻ റിഫൈനറികൾ വീണ്ടും ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധേയമായത് ഈ ഇടപാടുകൾ പരമ്പരാഗതമായ ഡോളർ അടിസ്ഥാനത്തിലുള്ള സംവിധാനത്തിലല്ല, മറിച്ച് ഇന്ത്യൻ രൂപയിലാണ് കൂടുതൽ ഭാഗവും നടക്കുന്നത് എന്നതാണ്. ചില ഇടപാടുകൾ മൂന്നാം രാജ്യങ്ങൾ വഴിയും നടപ്പിലാക്കപ്പെടുന്നുണ്ടെന്നത് ഈ വ്യാപാരത്തിന്റെ പ്രത്യേകതയാണ്. ഇത്തരം ഇടപാടുകൾ നടക്കുന്നത് ആഗോള സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്താണ്. യുദ്ധാവസ്ഥയെ തുടർന്നുള്ള അനിശ്ചിതത്വം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഇറാനിയൻ എണ്ണയ്ക്കെതിരായ 30 ദിവസത്തെ US ഉപരോധം പിൻവലിച്ച സാഹചര്യവും ഈ വ്യാപാരത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. കടലിൽ സംഭരിച്ചിരിക്കുന്ന ഇറാനിയൻ എണ്ണയ്ക്കും ഈ ഉപരോധം ബാധകമായതിനാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാനിയൻ എണ്ണ വാങ്ങുന്നതിലേക്ക് വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഇതിനകം തന്നെ ഇറാനിൽ നിന്ന് ചില എണ്ണ കയറ്റുമതികൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഇടപാടുകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ രൂപയിലാണ് തീർപ്പാക്കപ്പെടുന്നത്. ഇടപാടുകളുടെ സ്വഭാവം അനുസരിച്ച് പ്രാദേശിക കറൻസി സെറ്റിൽമെന്റുകൾ, പ്രത്യേക വ്യാപാര ക്രമീകരണങ്ങൾ, കൂടാതെ ഓഫ്ഷോർ റൂട്ടിംഗ് സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നതെന്ന് 2 സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇറാനുമായുള്ള ഇടപാടുകളിൽ രൂപ കറൻസിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ മൂന്നാം രാജ്യങ്ങൾ വഴിയാണ് പേയ്മെന്റുകൾ നടത്തുന്നത്. ഇതിലൂടെ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ഈ ഇടപാടുകൾ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ തന്നെ നടപ്പാക്കപ്പെടുന്നു. എന്നാൽ പ്രാദേശിക കറൻസി ഉപയോഗിക്കുന്നതിലൂടെ ഡോളർ ആശ്രയത്വം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഈ ഇടപാട് സംവിധാനം പ്രവർത്തിക്കുന്ന രീതി കൂടുതൽ വ്യക്തമായി വിശദീകരിക്കുമ്പോൾ വാസ്ട്രോ അക്കൗണ്ടുകൾ മുഖേനയാണ് രൂപയിൽ സെറ്റിൽമെന്റുകൾ നടത്തുന്നത്. ഈ സംവിധാനത്തിന്റെ ഭാഗമായി വിദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും. അതിലൂടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇടപാടുകൾ തീർപ്പാക്കാൻ കഴിയും. കൂടാതെ ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്ന രൂപ ഉപയോഗിച്ച് ഇറാൻ ബസ്മതി അരി, ചായ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം. ഇറാനിയൻ ബാങ്കുകൾ സ്വിഫ്റ്റ് ഗ്ലോബൽ മെസ്സേജിംഗ് സിസ്റ്റത്തിൽ നിന്ന് കൂടുതലായും ഒഴിവാക്കിയിരിക്കുന്നതിനാൽ വലിയ അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തുന്ന ഇന്ത്യൻ ബാങ്കുകൾ നേരിട്ട് ഈ ഇടപാടുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. ഇത് അപകട സാധ്യത കുറയ്ക്കുന്നതിനായാണ്. അതിനാൽ കുറഞ്ഞ അന്താരാഷ്ട്ര എക്സ്പോഷറുള്ള ബാങ്കുകളെയും ഇന്ത്യൻ ബാങ്കുകൾക്ക് ശാഖകളുള്ള മൂന്നാം രാജ്യങ്ങളെയും ഉപയോഗിച്ചാണ് ഇടപാടുകൾ ക്രമീകരിക്കുന്നത്. ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2019 മെയ് മാസത്തിൽ US ഇറാനിയൻ അസംസ്കൃത എണ്ണയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവച്ചിരുന്നു. അതിനു മുമ്പ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനിയൻ അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് നടക്കുന്നത്. പ്രധാനമായും സ്പോട്ട് ഡീലുകൾ വഴിയാണ് ഈ ഇടപാടുകൾ പൂർത്തീകരിക്കുന്നത്. ഇതുവരെ ഔദ്യോഗിക ഡെലിവറി വിവരങ്ങളോ റിഫൈനറികൾ തമ്മിലുള്ള മൊത്തം കരാർ വലുപ്പങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ നീക്കം ഭാവിയിൽ ഇന്ത്യ ഇറാൻ വ്യാപാര ബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് താൽക്കാലിക അവസാനമുണ്ടായതോടെ അസംസ്കൃത എണ്ണ വിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് 13% ഇടിഞ്ഞ് ബാരലിന് $94 എന്ന നിലയിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ വില $110 വരെ ഉയർന്നിരുന്നു. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചതോടെ ആഗോള ഓഹരി വിപണികളിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്ക് അടച്ച പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില വൻ കുതിപ്പ് നടത്തിയിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ബാരലിന് $65 ഉണ്ടായിരുന്ന ബ്രെന്റ് ക്രൂഡ് $110 മുകളിലേക്ക് വരെ ഉയർന്നിരുന്നു. ആഗോളതലത്തിലുള്ള ഊർജ്ജക്ഷാമത്തിനും യുദ്ധം കാരണമായിരുന്നു. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചതോടെ WTI ക്രൂഡ് 14% ഇടിഞ്ഞ് ബാരലിന് $96.35 എന്ന നിലയിലാണ്. ലോകമെങ്ങും ഓഹരി വിപണികളിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. ജപ്പാന് നിക്കൈ 5.34% ഉയർന്നു. ഹോങ്കോങ് ഓഹരി വിപണി 2.60% ദക്ഷിണ കൊറിയൻ ഓഹരി വിപണി 5.89% ഉയർന്നു. ഇന്ത്യൻ ഓഹരി വിപണികളിൽ തുറക്കാനിരിക്കെ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിക 3% വർദ്ധിച്ചിട്ടുണ്ട്. US വിപണികളിലും കുതിപ്പുണ്ടായി. ഡോക്ടർ ഫ്യൂച്ചേഴ്സ് 2.33% ഉയർന്നു. ആഗോള വിപണിയിൽ സ്വർണ്ണവില 3% ഉയർന്ന് ട്രോയ് ഔൺസിന് $4,809 എന്ന നിലയിലെത്തി. വെള്ളിവില 5% ഉയർന്ന് ട്രോയ് ഔൺസിന് $76.47 എന്ന ഡോളറിലാണ് വ്യാപാരം. യുദ്ധത്തെ തുടർന്ന് കനത്ത ഇടിവ് നേരിട്ട സ്വർണം കുതിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.